സങ്കീർത്തനത്തിന്റെ തലക്കെട്ടൊന്ന് വായിച്ചാട്ടെ. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തപ്പോൾ അവൻ പോകുമ്പോൾ പാടിയ ഒരു പാട്ടാണ് ഈ 34-ാം സങ്കീർത്തനം. സ്തോത്രം. നമ്മളാണെങ്കിൽ നമ്മൾ അഭയം പ്രാപിച്ച ഒരിടത്ത്, ആശ്രയിച്ച ഒരിടത്ത്, പ്രതീക്ഷയോടെ ചെന്ന ഒരിടത്ത്, അവിടെ ചെന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ഞാനും നിങ്ങളും ആ വ്യക്തിയെ പ്രാഗിയും ആ വ്യക്തിയോട് വഴക്കുകൂടിയും ഇനി അവന്റെ അടുക്ക ഞാൻ പോവുകയില്ല എന്നും നിർബന്ധം പിടിച്ച് ഞാനും നിങ്ങളും അതും ഇതും പറഞ്ഞ് പ്രാഗിയും അല്ലെ അലച്ചും വഴക്കുകൂടിയും പിറുപിറുത്തും വരും. പക്ഷേ ദാവീദ് അങ്ങനെയല്ല. ദാവീദ് ദൈവത്തെ പാട്ടുപാടി ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ആശ്രയിച്ചിടത്ത്, താൻ ഹല്ലേലൂയ അഭയത്തിനു വേണ്ടി ചെന്നിടത്ത് തനിക്ക് താൻ ആഗ്രഹിച്ച തനിക്ക് ലഭിച്ചില്ല. പക്ഷേ ദാവീദിന് കുറ്റവും കുറവും അതും ഇതും പറഞ്ഞിരിക്കാൻ സമയമില്ല. അവൻ പറഞ്ഞ, കർത്താവേ, ഞാൻ ആശ്രയിച്ചവർ പലരും എന്നെ കൈവിട്ടു, ഞാൻ പ്രതീക്ഷിച്ചവർ പലരും എന്നെ കൈവിട്ടു. ഹല്ലേലൂയ. ഞാനിപ്പോൾ കിടക്കാടമില്ലാതെ, സ്തോത്രം, എവിടെ പോകണമെന്നറിയാതെ, എങ്ങോട്ട് സഞ്ചരിക്കണമെന്നറിയാതെ നിൽക്കുന്ന വ്യക്തിത്വമാ. പക്ഷേ എങ്കിലും അവന്റെ ഹൃദയത്തിന്റെ ഉൾത്തടത്തിൽ ഹല്ലേലൂയ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്നിരിക്കുന്ന പാട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാ ഈ 34-ാം സങ്കീർത്തനം സ്തുതി സ്തോത്രങ്ങളുടെ ഹല്ലേലൂയ ഒരു നല്ല പ്രകടനമായി മാറുവാൻ ഹല്ലേലൂയ കഴിഞ്ഞ 6 മാസക്കാലം വരെ കർത്താവിനെ സൂക്ഷിച്ചു. 7-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിലും ഹല്ലേലൂയ ഈ ഒരുപക്ഷെ മരുഭൂമിയിലായിരിക്കാം, നിന്റെ വീട്ടിനകത്തൊന്നുമില്ലായിരിക്കാം, നിന്റെ ശരീരത്തിനകത്ത് മരിക്കുമെന്ന് പറഞ്ഞിരിക്കാം. രോഗം പിടിക്കപ്പെട്ട് മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായിരിക്കാം, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം, ആശ്രയിച്ച പലരും പ്രതീക്ഷിച്ച പലരും നിങ്ങളെ കൈ വിട്ടിരിക്കാം, നിങ്ങളുടെ മുമ്പിൽ അവർ കൈകൾ മലർത്തിയിരിക്കാം. പക്ഷേ ദാവീദ് നിരാശനായില്ല, ഭ്രാന്തനായില്ല, ഭാരപ്പെട്ടില്ല. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പാട്ടുകൾ പാടി. സന്തോഷിക്കുമ്പോൾ മാത്രമല്ല പാട്ട് പാടേണ്ടത്, ദുഃഖാവസ്ഥയിലും ഞെരുക്കാവസ്ഥയിലും പ്രതികൂല സാഹചര്യങ്ങളിലും എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നുറുക്കപ്പെട്ട തകർക്കപ്പെട്ട ഹൃദയ നിലവാരത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. നിന്റെ പേര് ചൊല്ലി വിളിക്കുവാൻ, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരുവാൻ, നിന്റെ തലമുറകളെ മാനിക്കുവാൻ കഴിവുള്ളൊരു ദൈവം. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും മതിമറന്ന് ആരാധിക്കേണ്ടത്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? മതിമറന്ന് ആരാധിക്കണം. സ്തോത്രം, സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകസഭാ ഇലക്ഷനിൽ ആമേൻ ജയിച്ച അവരുടെ പാർട്ടിക്കാർ അണികൾ ആ ജയത്തെ മതിമറന്ന് സന്തോഷിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ ഞാനും നിങ്ങളും മതിമറന്നല്ലേ ആരാധിക്കേണ്ടത്? ദൈവത്തെ രുചിച്ചു നോക്കി ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗ്ഗം നിങ്ങൾക്ക് കൃപ തരട്ടെ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാ, നിങ്ങളുടെ ഹൃദയത്തെ ജാഗ്രതയോടെ നിങ്ങൾ നീളം അന്വേഷിക്കണം, അല്ലേ? സ്തോത്രം. ജാഗ്രതയോടെ സൂക്ഷിക്കണം, ജാഗ്രതയോടെ കാത്തു പരിപാലിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ ദൈവം നിങ്ങളെ മാനിക്കും. സ്തോത്രം. ഹല്ലേലൂയ. തുടർമാനം എന്ന രീതിയിൽ സ്തോത്രം കഴിഞ്ഞ ഏകദേശം 4 മാസത്തോളമായി നമ്മൾ ഹല്ലേലൂയ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ടിരിക്കുക. ആ ചിന്തയുടെ തുടർമാനം എന്ന രീതിയിൽ ഇന്നും ഹല്ലേലൂയ അതിനെ പിന്തുടർന്നു പോകുവാൻ സ്വർഗം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കണം. സ്തോത്രം.
ഇവിടെ ദാവീദ് ദൈവത്തിനെ ബോധിച്ച പുരുഷനായി ദൈവം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരല്ല, മനുഷ്യര് ബോധിച്ച ഒരു വ്യക്തിത്വമായിട്ടല്ല ദൈവം ദാവീദിനെ തനിക്ക് ബോധിച്ചവനായി കണ്ടു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ബോധിച്ച ഒരുവനായി മാറുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആർക്ക് ബോധിച്ചവനാകണം? ദൈവത്തിന് ബോധിച്ചവനാകുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ അവസ്ഥകൾ മനുഷ്യരോട് തുറന്നു പറഞ്ഞാൽ അവർ അത് കൈമലർത്തും. നിങ്ങളുടെ മനസ്സിനെ കാണുവാൻ, നല്ല നടപ്പിനെ കാണുവാൻ, നല്ലതിനെ തിരിച്ചറിയുവാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. പക്ഷേ ദാവീദിന്റെ മനസ്സിനെ, സ്തോത്രം, ഹല്ലേലൂയ, മനസ്സിലാക്കിയ ദൈവം പറയുന്നു, ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ കണ്ടു, അത് ദാവീദ് അത്രേ. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ബോധിച്ച വ്യക്തിത്വമായി മാറുക എന്നതാണ് എന്നുടെയും നിങ്ങളുടെയും ദൗത്യം. ദൈവത്തിന് ബോധിച്ചവനായി മാറുകയാണ് എങ്കിൽ ദൈവം അത് തുറന്നു പറയും. ഈ ഭൂമിയിൽ എനിക്ക് ബോധിച്ച ഒരു പുരുഷൻ ഉണ്ട്, അത് ദാവീദ് അത്രേ. ഹല്ലേലൂയ. കിടക്കാടമില്ലാത്തവൻ, പൊക്കമില്ലാത്തവൻ, കുറവുകൾ, വൈകല്യങ്ങൾ നിരവധിയുണ്ട്. സ്തോത്രം. പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ, പട്ടാളത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ദാവീദിന് കുറെ വൈകല്യങ്ങളുണ്ട്. ദാവീദിന്റെ ചേട്ടന്മാർക്ക് ഒരു വൈകല്യവും ഇല്ല, പക്ഷെ ദാവീദിന് കുറെ വൈകല്യമുണ്ട്. ഹല്ലേലൂയ. വൈകല്യത്തിന്റെ പേരിൽ, കുറവുകളുടെ പേരിൽ നിനക്ക് ലഭിക്കേണ്ട ബഹുമാനങ്ങൾ, എനിക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആദരവുകൾ പലപ്പോഴും ശത്രു നഷ്ടമാക്കി കളയാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന് ബോധിച്ച ഒരുവനായി ഞാനും നിങ്ങൾ മാറണം. ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതേപോലെ നിങ്ങൾ ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിത്വമായി മാറുവാൻ എന്റെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം പറയുക, ഈ ഭൂമിയിൽ എനിക്ക് ഒരുവനെ ബോധിച്ചിരിക്കുന്നു, അവൻ ദാവീദാണ്. അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യും. ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ, സ്തോത്രം, ദൈവിക ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവം ഒരുവനെ അന്വേഷിച്ചു കണ്ടെത്തിയ മനുഷ്യനാണ് ദാവീദ്. ഇന്ന് രാത്രി ദൈവം ചിലരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതത്തെ പൂർത്തീകരിക്കുവാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാൻ ആഗ്രഹമുണ്ട്? സ്തോത്രം. അപ്പന്റെയും അമ്മയുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ വിദ്യാർത്ഥികളായിരിക്കുന്ന മക്കൾ, അപ്പനും അമ്മയും കൃഷിക്കാരായിരിക്കാം, ഓട്ടോ ഡ്രൈവർമാരായിരിക്കാം, പാസ്റ്റർമാരായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സമൂഹത്തിന് മധ്യത്തിൽ ഒറ്റപ്പെട്ടവരും തളർത്തപ്പെട്ടവരും പീഡിതരമായിരിക്കുന്നവരായിരിക്കാം, മാന്യ വ്യക്തിത്വങ്ങളായിരിക്കാം. സ്തോത്രം. അവർ അവരുടെ തലമുറകളിലൂടെ തലമുറകളുടെ നന്മകൾ കണ്ട്, നല്ലത് കണ്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മക്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ദാവീദ് തന്റെ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദാവീദിന് ഒരു ഹൃദയമുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദാവീദിന്റെ ഹൃദയത്തെ, ഹല്ലേലൂയ, ദൈവം കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഹിതമൊക്കെയും അവൻ ചെയ്യും. ആമേൻ. എന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. ദാവീദാരാ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്റെ മക്കളോ, എന്റെ ആത്മീയ മക്കളോ, എന്റെ ഭാര്യയോ, എന്റെ സുഹൃത്തുക്കളോ അത് ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ ചിരിക്കും. സ്തോത്രം. ഞാൻ അറിയാതെ സന്തോഷിക്കും. ഞാൻ പറയാൻ വന്ന വാക്ക് എന്റെ മകൾ പറയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിച്ച കാര്യം എന്റെ ഭാര്യ ചെയ്യുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ
തെറ്റുകൂടാതെ ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നം വരുത്താതെ ആ കാര്യങ്ങളെ ചെയ്യുവാൻ പ്രാപ്തരായ മക്കളെ കാണുമ്പോൾ അപ്പന്മാർ സന്തോഷിക്കും. ഇന്ന് രാത്രിയിൽ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും നോക്കി സന്തോഷിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ. നിന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങൾ അറിയുന്ന കർത്താവ്, നിന്റെ തകർച്ചകൾ അറിയുന്ന കർത്താവ്, നിന്റെ ഉടച്ചകൾ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഉറച്ച ഹൃദയമുള്ളവനെ, ആരോഗ്യമുള്ളവനെ, സമ്പത്തുള്ളവന്റെ പുറകിൽ നിരവധി പേരുണ്ട്. തകർന്നവനെ, മുറിവേറ്റവന്റെ മുമ്പിൽ ആരും തന്നെ ഇല്ല. മുറിവേറ്റവന്റെ മുമ്പിൽ പുരോഹിതൻ പോലും മാറി നടക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ ദൈവം അർത്ഥപ്രാണനായി കിടക്കുന്നവനെ പോലും ചുമന്നു കൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അവന് വേണ്ടുന്നത് കൊടുത്ത് അവനെ ആദരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പലരും നമുക്ക് മാന്യത തരാതെ എന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, പകുതി വഴിയിൽ വിട്ടേച്ചു പോകുമ്പോൾ ദൈവമേ, നിങ്ങളെ തള്ളാത്ത, നിങ്ങളെ തളർത്താത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ ഹല്ലേലൂയ യൗവനത്തിൽ കണ്ടെത്തിയത്. ആ ദൈവത്തെയാണ് കഴിഞ്ഞ ഹല്ലേലൂയ 30 വർഷമായി ആ ദൈവത്തോടു കൂടെ ബന്ധം സ്ഥാപിക്കുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഹല്ലേലൂയ. ഇന്നെന്റെ വീട്ടിൽ എന്റെ ആത്മീയ പിതാവും ആത്മീയ മാതാവും വരുകയുണ്ടായി. സ്തോത്രം. അവർ വന്നപ്പോൾ ഞാൻ എന്റെ ഹല്ലേലൂയ 30 വർഷങ്ങൾക്ക് മുന്നമേയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ യാത്രന്നു. അവരെ കണ്ടതും അവരോട് അതിന് സംസാരിക്കുമ്പോഴും എന്റെ കണ്ണിന് നിറയുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇത്രത്തോളം വർഷം വരെ ഈ ദേശത്തിൽ വന്നിട്ട് അവർ സുവിശേഷം അറിയിച്ചിട്ട് നിരവധി കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, അപവാദങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഈ ദേശം വിട്ടു പോകാതെ അവർ ഇത്രയും വാർദ്ധക്യത്തിലും സ്വന്തം മക്കളെക്കാൾ ഉപരിയായി ആത്മീയ സന്താനങ്ങൾ നേടിയെടുക്കേണ്ടതിനു വേണ്ടി അവിടെ സാമ്പത്തികവും സമയം ചെലവഴിച്ചതുകൊണ്ട് ഹല്ലേലൂയ ഇന്നും അവർ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോരാടിക്കൊണ്ട് നിരവധി ഭക്തന്മാർക്ക് ജന്മം കൊടുക്കുന്ന വ്യക്തിത്വമായി മാറുവാൻ അവരെ ദൈവം സഹായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും കുറിച്ച് ദേശക്കാർ പോലും, അയൽവക്കക്കാർ പോലും, സഭാജനങ്ങൾ പോലും, വിശ്വാസികൾ പോലും, കൂട്ടുകാർ പോലും നല്ല അഭിപ്രായങ്ങൾ പറയുകയില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തെ അറിഞ്ഞു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അതൊരു പരിവർത്തനമാണ്. അത് സകലരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സകലരും പറയും. ആമേൻ. അവരെ കുറിച്ച് വാദോരാതെ സാക്ഷ്യം പറയും. എന്നെ നിങ്ങളെ കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ പറയുവാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം തകർന്നവനാണോ? ഹൃദയം നുറുക്കപ്പെട്ട വ്യക്തിത്വമാണോ? യഹോവ സമീപസ്ഥനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശൗലിന്റെ നിഗളം, ശൗലിന്റെ അഹങ്കാരം നിമിത്തമായി ശൗലിനെ തള്ളിയിട്ട് ദൈവം സ്തോത്രം ദാവീദിനെ തെരഞ്ഞെടുത്തു രാജാവായിട്ട്. ആട്ടിടയനായ വ്യക്തിത്വത്തെ, ഒന്നുമില്ലാത്തവനെ രാജാവായിട്ട് രാജകീയ അഭിഷേകം ചെയ്തു. കാരണം ദാവീദിനെ ഹല്ലേലൂയ ഒരു കൃമിയായിട്ടാണ് ജനം കണ്ടത്, ചെറിയവനായിട്ടാണ് കണ്ടത്. അവരിലുള്ള പാട്ടുകളും സ്തോത്രങ്ങളും സ്തുതികളും ദൈവമായിട്ടുള്ള ബന്ധവും പ്രാർത്ഥനാ ജീവിതവും കാണുവാനുള്ള കണ്ണുകൾ ആർക്കുമില്ലായിരുന്നു. അപ്പനില്ല, അമ്മയ്ക്കില്ല, സഹോദരങ്ങൾക്കില്ല, കൂട്ടുകാർക്കില്ല, രാജാവിനില്ല. പക്ഷേ ഇന്നെ കാണുന്ന ഒരുവനുണ്ട്, അവനത്രേ നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേഗത്തിൽ വായിച്ചാട്ടെ, വേഗത്തിൽ. 1 ശമൂവേൽ 13:14. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല, നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ കൊണ്ട് ശൗലിനോട്
ദൈവത്തിന്റെ വ്യക്തമായ താക്കീത്. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായതുകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ തനിക്ക് ബോധിച്ച ഒരുവനെ അന്വേഷിച്ച് കണ്ടെത്തിയ ആളാണ് ആര്? ദാവീദ്. ഇന്ന് രാത്രി ദൈവം 2024 6 മാസത്തിന്റെ അവസാന വേളകളിലും ദൈവത്തിന് ബോധിച്ച ഒരുവനെ ദൈവം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ ഭൂമിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയ വിലപ്പെട്ട ഒരു നിധിയാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ന്യൂനതകളുണ്ട്, വൈകല്യങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ ദൈവം അന്വേഷിച്ചപ്പോൾ തനിക്ക് ബോധിച്ചവനായി ദാവീദിനെ കണ്ടു. ഇന്ന് രാത്രിയിൽ അവൻ ദൈവത്തിന് ബോധിച്ച ഒരു മകനായി, ഒരു മകളായി നീ മാറുകയാണ് എങ്കിൽ നിന്റെ സ്ഥിതിഗതികളെ മാറ്റുകയാ, നിന്റെ അവസ്ഥകളെ മാറ്റുകയാ. ഹല്ലേലൂയ. പഴയ കിടപ്പിൽ നിന്ന്, കാട്ടിൽ നിന്ന് നിന്നെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാ. പട്ടണത്തിൽ നിന്ന് നിന്നെ പടക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാ. പടക്കളത്തിൽ നിന്ന് നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം ഘട്ടം ഘട്ടമായി പടിപടിയായി നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇവനെ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നിന്റെ നാവിലെ പാട്ട് ഹല്ലേലൂയ കുറച്ചു കളയരുത്. ആരാധന കുറയ്ക്കരുത്, കിന്നര വായന കുറയ്ക്കരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, ഉപവാസം കുറയ്ക്കരുത്, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കരുത്, നീ കുറയ്ക്കരുത്. ഹല്ലേലൂയ. നീ കുറഞ്ഞവനല്ല, നീ തകരപ്പെടേണ്ടവനല്ല, നീ ഉയർത്തപ്പെടേണ്ടവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, വായിച്ചോട്ടെ. അവനെ യഹോവ തന്റെ ജനത്തിന്റെ പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രഭുവായിട്ട്, നേതാവായിട്ട് ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കുകയാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ പ്രഭുവായിട്ട് ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നു. ലോകം നിയമിച്ചതല്ല, ഗവൺമെന്റ് നിയമിച്ചതല്ല, നേരിട്ട്. സ്തോത്രം. നേരിട്ട് സ്വർഗം നേരിട്ട് നിന്നെ നിയമിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുന്നമേ ദൈവം നിന്നെ നിയമിച്ച്, കൽപ്പിച്ച്, കൃപാവരങ്ങൾ നൽകി, വാഗ്ദത്തങ്ങൾ നൽകി ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത് ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. പലരും നിന്നെ ഒതുക്കുവാൻ ശ്രമിച്ചു, നിന്നെ താഴ്ത്തുവാൻ ശ്രമിച്ചു, ചവിട്ടി മെതിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. വർഷങ്ങളായി ഹല്ലേലൂയ നീ മുറിവേറ്റവനായി, തകർക്കപ്പെട്ടവനായി നിന്ന വ്യക്തിത്വം. പക്ഷേ ദൈവത്തിന് ബോധിച്ചവനാണ് എങ്കിൽ ദൈവം പറയുന്നു, എന്റെ ജനത്തിന്റെ പ്രഭുവായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ദൈവിക നിയമനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഉദവര ഹർഷഭവ യേശുവിന്റെ നാമത്തിൽ നീ കരങ്ങളെ തട്ടി നീ സ്വീകരിക്ക്. നിന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ജനത്തിന്റെ പ്രഭുവായിട്ട് നീ അടിമയല്ല, നീ ദാസനല്ല, കുറവുള്ളവനല്ല, പിഴയോ നീ ഒരു പ്രഭുവാണ്. ഹല്ലേലൂയ. കാലിൽ ഇടുവാൻ ചെരുപ്പില്ല, നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണമില്ല, അപ്പന്റെ അമ്മയുടെ സ്നേഹമില്ല. ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിലെ പിതാവ് തന്റെ ജനത്തിന്റെ പ്രഭുവായിട്ട് നിന്നെ നിയമിച്ചിരിക്കുന്നു. നിന്റെ കയ്യിൽ കാശുകളില്ലായിരിക്കാം, വരുമാനമില്ലായിരിക്കാം. സ്തോത്രം. പക്ഷെ കൃപയ്ക്ക് ഒരു കുറവും നിനക്കില്ല. കാരണം നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ ആരാധിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മേൽത്തരമായി ആരാധിക്കുന്നവനെ ദൈവം പറയുന്നു, എന്റെ ജനത്തിന്റെ പ്രഭുവായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുവാനായിരിക്കണം ഞാൻ നിങ്ങളും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തണം. ദൈവത്തിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നാം
ദൈവത്തോട് ചേർന്ന് വസിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹൃദയം വിശാലമാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഹൃദയം ഉണ്ടാകുവാൻ ഇടയാത്തീരും. സ്തോത്രം. ആലയത്തിൽ വരുമ്പോൾ അലിവുള്ള ഹൃദയവും ആലയത്തിന് പുറത്തു പോകുമ്പോൾ ഹൃദയ കാഠിന്യവുമായിട്ടാണ് ഞാനും നിങ്ങൾ പോകാറുള്ളത്. ആലയത്തിൽ വരുമ്പോൾ അലിവുള്ള ഹൃദയം, ആലയത്തിന് പുറത്തു പോകുമ്പോൾ കഠിന ഹൃദയം. ഇന്ന് പകൽ ഏത് മേടുകളിലും അലിവുള്ള ഹൃദയത്തോടെ, മനസ്സലിവുള്ള ഹൃദയത്തോടെ, ആർദ്രതയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ആയിരുന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവത്തോട് ലയിച്ച് അല്ലെങ്കിൽ അലിഞ്ഞ് നിൽക്കണം, അലിഞ്ഞു ചേരണം. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കട്ടിയാകാറുണ്ട്. നമ്മുടെ ഹൃദയം കട്ടിയാകുവാനല്ല, അലിവുള്ള ഒരു ഹൃദയം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കുണ്ടാകണം ഹൃദയം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം ആമേൻ അത് വെള്ളം പോലെ തുളുമ്പേണം. അത് അലിവുള്ള ഒരു ഹൃദയമായിരിക്കണം. ഒരു ഐസ് കട്ട അലിയുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഒരു അലിവുണ്ടാകണം. ഹൃദയത്തിലെ ആമേൻ കാഠിന്യങ്ങളെ ഇന്ന് രാത്രിയിൽ വിട്ടുമാറണം. ഹല്ലേലൂയ. സ്തോത്രം. കഠിന ഹൃദയർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് ഈ സങ്കീർത്തനം രചിച്ചതിന്റെ പിന്നിൽ നാം വായിച്ചു, അതിന്റെ തലക്കെട്ട് ഇങ്ങനെ വായിച്ചു. ഇങ്ങനെ വായിച്ചേട്ടാ ഭാഗം. ദാവീദ് അബീമേലെക്കിന് മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ സ്തോത്രം അവിടെ നിന്ന് ആട്ടിക്കളഞ്ഞപ്പോൾ അവൻ പോകുമ്പോൾ പാടിയ ഒരു പാട്ടാണ് നാം പാടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ യഥാർത്ഥ സന്ദർഭം നമ്മൾ കാണണമെങ്കിൽ 1 ശമൂവേൽ 21 അധ്യായം ആമേൻ. സ്തോത്രം. അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഹീസിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നാൽ ആഹീസിന്റെ ഭൃത്യന്മാർ അവനോട് അവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതികാരം ചെയ്തത് ഇവരെ കുറിച്ചില്ലയോ എന്ന് അവർ ശ്രദ്ധിക്കണേ. ആര് നിമിത്തമാണ് ദാവീദ് ഓടിയത്? ശൗൽ നിമിത്തം. ശൗൽ നിമിത്തം ദാവീദ് ഗത്ത് രാജാവായിരിക്കുന്ന അബീമേലെക്കിന്റെ അടുക്കലേക്ക് പോയി. സ്തോത്രം. നിക്കക്കള്ളിയില്ല, ഗത്യന്തരമില്ല. തനിക്ക് ആശ്രയമായിരിക്കേണ്ടവർ കൈമലർത്തി. അവർ കൊല്ലുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ഓടി, ദാവീദ് ഓടി ആഹീഷിന്റെ അടുക്കലേക്ക് ചെന്നു. അവിടെ പറയുന്നു, ആഹീഷ് എന്നും പറയുന്നുണ്ട്, അബീമേലെക്ക് എന്നും പറയുന്നുണ്ട്. അത് രണ്ട് വ്യക്തിയല്ല, ഒരു വ്യക്തി തന്നെയാണ്. അബീമേലെക്ക് എന്ന് പറയുന്നത് ആ പദവിയെ കാണിക്കുകയാണ്. ഇസ്രായേലിൽ ഫറവോൻ എന്ന് പറയുന്നത് പോലെ ഒരു പദവിയാണ് അബീമേലെക്ക്. സ്തോത്രം. മേലധികാരി. എന്നാൽ ഹല്ലേലൂയ ആഹീഷ് എന്ന് പറയുന്ന ആൾ ആ ഗത്തിലെ മേലധികാരിയായിരുന്നു. സ്തോത്രം. അവിടെ താൻ ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാവരും ദാവീദിനെ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ആത്മീയനായ ഞാനും നിങ്ങളും എവിടെ ചെന്നാലും എന്നെയും നിങ്ങളെയും ശത്രുക്കൾ പോലും തിരിച്ചറിയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ ആമേൻ ഹല്ലേലൂയ ചിലർ കാണുന്നുണ്ട്, ചിലർ വീക്ഷിക്കുന്നുണ്ട്, ചിലർ അറിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഞാനും നിങ്ങളും വളരെ വളരെ പ്രാഗൽഭ്യത്തോടെ വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ആമേൻ. ദാവീദ് ഓടി ഗത്യന്തരമില്ലാതെ ശൗൽ നിന്ന്
പ്രാണരക്ഷാർത്ഥം ഓടി ആഹീഷിന്റെ അടുക്കലെത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദാവീദ് നാണം കെടുവാണ്ട് യാത്രന്നു. സ്തോത്രം. ഞാനും നിങ്ങൾ ദൈവകൃപ പ്രാപിച്ച വാഗ്ദത്വമുള്ള ഞാനും നിങ്ങളും മനുഷ്യന്റെ അടുക്കൽ ചെന്ന് അഭയത്തിന് പോയാൽ, ആശ്വാസത്തിന് വേണ്ടി പോയാൽ, സ്തോത്രം, ആശ്രയത്തിന് വേണ്ടി പോയാൽ ഞാൻ നിങ്ങൾ നാണം കെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളെ മാനിക്കുമെന്ന്, അവർ നിങ്ങളെ ബഹുമാനിക്കുമെന്ന്. പക്ഷെ അവർ നിങ്ങളെ ബഹുമാനിക്കയില്ല, അവർ നിങ്ങളെ നാണം കെടുത്തും. ചില ആഹീഷുമാരുണ്ട്. സ്തോത്രം. ആദരിക്കേണ്ട പലരെയും ആദരിക്കാതെ, ബഹുമാനിക്കേണ്ട പലരെയും ബഹുമാനിക്കാതെ, ഹല്ലേലൂയ, ആട്ടിക്കളയുന്ന, തുരത്തി ഓട്ടിക്കുന്ന, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബഹുമാനം കൊടുക്കാതെ, ആദരവ് കൊടുക്കാതെ, ആശ്രയം കൊടുക്കാതെ, ഹല്ലേലൂയ, തുരത്തി ഓട്ടിക്കുന്ന ആയുഷ്മാരുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം. ദാവീദ് അവിടെ നാണം കെട്ടവനായി നിൽക്കുവാനിടയാത്തുന്നു. പ്രതീക്ഷയോടെ കയറിച്ചെന്നിടത്ത് പ്രതീക്ഷിച്ചത് അവന് ലഭിച്ചില്ല. ആദരവ് ലഭിച്ചില്ല, ആശ്രയം ലഭിച്ചില്ല, അഭയം ലഭിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. നാണം കെട്ട് ദാവീദ് പിന്തിരിഞ്ഞു പോകുവാൻ ഇടയാത്തുന്നു. സ്തോത്രം. ഇന്ന് രാത്രി നീ മനുഷ്യനെ ആശ്രയിക്കുന്നുവോ? നിന്റെ ആശ്രയം വ്യർത്ഥമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. 1 ശമൂവേൽ 21:15 വായിച്ചാട്ടെ. എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എന്റെ അരമനയിലോ ഇവൻ വരേണ്ടതെന്ന് സ്തോത്രം. ആഹീസ് പറയുന്ന പറച്ചിലാണ് നമ്മൾ കേട്ടത്. ഒന്നുകൂടെ എനിക്ക് നിർത്തി വായിച്ചിരാമോ? എന്റെ മുൻപാകെ ഭ്രാന്ത് കളിപ്പാൻ. ശ്രദ്ധിക്കണേ. പ്രൗഢിയോടെ ഇരിക്കുന്ന, സിംഹാസനത്തിരിക്കുന്ന, നിരവധി കുതിരകളുള്ള, നിരവധി രഥങ്ങളുള്ള, വസ്തുവകളുള്ള, ആർഭാട ജീവിതം നയിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉണ്ണുവാനും ഉടുക്കുവാനും ഏറെയുള്ള ആഹീസ്, സ്തോത്രം, ദാവീദ് ഗത്യന്തരമില്ലാതെ സഹായത്തിനായി, സ്തോത്രം, ആഹീസിന്റെ അടുക്കലേക്ക് പോയി. ഒരിക്കലും ഗത്തിൽ പോകാൻ പാടില്ല. പക്ഷേ അഭയത്തിന് വേണ്ടി നിർവാഹമില്ലാത്തതിന്റെ പേരിൽ അവൻ അവിടെ കയറിച്ചു. പ്രതീക്ഷയോടെ അഭയത്തിന് വേണ്ടി കയറിച്ചു. അവൻ പറയുന്നത്, ദാവീദിനെ കണ്ടിട്ടാണ് പറയുന്നത്, ഇതൊരു ഭ്രാന്ത് കളിയാണ്. സ്തോത്രം. എന്താണ്? സുബോധമുള്ള ഒരുവനും ഹല്ലേലൂയ ചെയ്യുന്ന പണിയല്ല ഇത്. ഇതൊരു ഭ്രാന്ത് കളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുബോധമുള്ള ഒരുവനും ചെയ്ത പണിയല്ല, ഇവിടെ ഒരു ഭ്രാന്ത് കളിക്കുകയാണ്. സ്തോത്രം. ദാവീദിനെ, വാഗ്ദത്തമുള്ളവനെ, ഇസ്രായേലിന്റെ രാജാവിനെ, കിന്നരവായ നെടുപടായിരിക്കുന്ന, ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, ഗോലിയാത്തിനെ തകർത്ത, വാക്ചാതുര്യമുള്ള, നല്ല പാട്ടുകൾ പാടുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മുൻപാകെ ആത്മീയ ജീവിതത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച, സ്തോത്രം, പ്രാർത്ഥനാവീരനായിരിക്കുന്ന, നിരവധി പാട്ടുകൾ എഴുതി, സംഗീതം ചെയ്ത്, നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ, ഹല്ലേലൂയ, ആഗീഷ് പറയുന്നു, ഇതൊരു ഭ്രാന്ത് കളിയാണ്. സ്തോത്രം. നിങ്ങൾക്ക് ലഭിക്കേണ്ട യഥാർത്ഥ മാന്യതകളെ മാറ്റി നിർത്തിയിട്ട് അപമാനിക്കുന്ന ചില ആഗീഷുമാർ ദേശത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. സ്തോത്രം. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വളരെ പ്രാർത്ഥന ഇരിക്കണമേ. നിങ്ങളുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ, സ്തോത്രം,
ഈ മെസ്സേജ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ഉൾക്കൊള്ളുകയാണ് എങ്കിൽ നിങ്ങൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വളരുവാൻ പോകുകയാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുക, പ്രതീക്ഷയോടെ ഇരിക്കുക. ആദീശിന്റെ അടുക്കൽ, ലോക മനുഷ്യന്റെ അടുക്കൽ സ്തോത്രം ദാവീദ് അഭയത്തിനായി ചെന്നപ്പോൾ അവൻ പറയുന്നു, ദാവീദ് ആരാണ്? വട്ടനാണെന്ന്, ഭ്രാന്തനാണെന്ന്, അവൻ ഭ്രാന്തി കളിക്കുന്നുവെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മീയരുടെ ഇതുണ്ട്. സ്തോത്രം. ആത്മീയരുടെ ഇതുണ്ട്. സ്തോത്രം. അർഹമായവരെ പരിഗണിക്കാതെ, അർഹതയുള്ളവരെ അംഗീകരിക്കാതെ, ഇത് ഭ്രാന്ത് കളി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ തരം താഴ്ത്തുന്നവര് ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ, അവരെയൊക്കെ എന്തിനു കൊള്ളാം, അവളെയൊക്കെ എന്തിനു കൊള്ളാം? അവരിലൊന്നൊരു ദൈവകൃപ ഇല്ലെന്നേ. അവർക്ക് പ്രസംഗിക്കാൻ അറിയില്ല, അവർക്ക് പാടുവാൻ അറിയില്ല, കൈയടിക്കാൻ അറിയില്ല. സ്തോത്രം. നിന്റെ നന്മകളെ തിരിച്ചറിഞ്ഞിട്ട് എന്റെയും നിങ്ങളുടെയും ദൈവകൃപ മനസ്സിലാക്കിയവർ പലപ്പോഴും നമ്മെ പരിഗണിക്കാതെ അവഗണിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ കാണുമ്പോൾ പാസ്റ്റർ എന്നോ, സഹോദരൻ എന്നോ, സഹോദരി എന്നോ, വിലപ്പെട്ട ദേവദാസൻ എന്നോ, എന്റെ ആത്മീയ പിതാവെന്നോ ഒക്കെയും വിളിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അതേ നാവ് കൊണ്ട് തന്നെ അവർ പറയും, ഇവനെയൊക്കെ, ഇവളെയൊക്കെ, സ്തോത്രം, ഹല്ലേലൂയ, ഇവരെയൊക്കെ ഇങ്ങനെ നിർത്തണം, എങ്കിൽ മാത്രമേ. ആമേൻ. ഞാനൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗിലിപ്പാസ് പ്രസംഗിക്കാനൊക്കെ കഴിയും, പക്ഷെ മറ്റുള്ള ശുശ്രൂഷകളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ അറിയില്ല. സ്തോത്രം. ഒരേ നാവ് കൊണ്ട് തന്നെ നമ്മളെ എന്ത് ചെയ്യും? പൊക്കുകയും ചെയ്യും, അതേ നാവ് കൊണ്ട് നമ്മെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യും. ഇതാണ് സമൂഹം. ഇവിടെ നോക്കണമേ, ഇവർ ആരാ? ആഹീഷുമാരാണ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഉറക്കെ പറയുക, ഇവർ ആഹീഷുമാരാണ്, ലോക മനുഷ്യരാണിവർ. ആത്മീയരെന്ന് പറഞ്ഞ വേഷം കൊണ്ട് ആത്മീയർ, ഹൃദയത്തിൽ ആത്മീയതയില്ലാത്ത ആഹീഷുമാരുണ്ട്. ദൈവത്തിലെ നിങ്ങളുടെ എനിക്കൊന്ന് പറയുവാനുള്ളത്, ഈ ആഹീഷുമാരെ തിരിച്ചറിയണം. ആമേൻ. ആയുഷ് പറയുകയാ. ആമേൻ. വായിച്ചോട്ടെ ഭാഗം 21:15. എന്റെ മുൻപാകെ ഭ്രാന്തി കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എന്റെ രാജ്യത്തുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ്. ഇഷ്ടംപോലെ ഭ്രാന്തന്മാർ ഈ ദേശത്തുണ്ട്. അവരുടെ ഇടയിൽ ഭ്രാന്തി കളിക്കാൻ നീ അവനെ കൊണ്ടുവന്നതെന്ത്? സ്തോത്രം. ദൈവകൃപയുള്ള, അഭിഷേകമുള്ള എന്നെയും നിങ്ങളെയും ഭ്രാന്തന്മാരോടുകൂടെ ചേർത്ത് നിർത്തുന്ന ആഹിഷ്. സ്തോത്രം. അടുത്ത് വായിച്ചാട്ടെ. എന്റെ അരമനയിലോ ഇവൻ വരേണ്ടത്, എന്റെ അരമനയിലോ ഇവൻ വരേണ്ടത്. ദാവീദ് ആരാ? രാജാവാ, സിംഹാസനം ഇരിക്കുന്നവനാ. ഹല്ലേലൂയ. രാജാതി രാജാവായ ദൈവം തന്റെ ജനത്തിന്റെ പ്രഭുവായി കണ്ട ദാവീദിനെ ആയുഷ് പറയുകയാ, ഇവനോ എന്റെ അരമനയിലേക്ക് വരേണ്ടത്, ഈ സ്ഥാനത്ത് ഇവനോ വരേണ്ടത്. ഹല്ലേലൂയ. ഈ സ്ഥാനത്ത് ഇവളോ വരേണ്ടത്. എന്റെ അരമനയിലേക്ക്, എന്റെ വീട്ടിനകത്തേക്ക്, എന്റെ പുരയിടത്തിനകത്തേക്ക് ഇവരെയും ഇവളെയും ഞാൻ കയറ്റുകയില്ല എന്ന് ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ ഒതുക്കി നിർത്തുന്ന ചില ആഹീഷ്മാർ ദേശത്തുണ്ടെന്ന്. അരമനക്കകത്ത് കയറ്റാതെ, അവന്റെ കൊട്ടാരത്തിനകത്ത് കയറ്റാതെ, അവന്റെ രാജ്യത്തിനകത്ത് കയറ്റാതെ, സ്തോത്രം, ആട്ടി ഓട്ടിക്കുന്ന നാണം കെടുത്തി പരിഹസിച്ച് നിന്ദിച്ച് ഓട്ടിക്കുന്ന ആഹീഷുമാരുണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയവേദനയോടെ
ദാവീദ് പുറത്തിറങ്ങി. ഓ, പ്രതീക്ഷയോടെ കയറി ചെന്നിടം എനിക്കൊരു അഭയസ്ഥാനം ഉണ്ടാകുമെന്ന്, എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ദാവീദ് പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി ഇറങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, 34 സംഗീതത്തിന് ഒരു പാട്ടായി രചിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദാവീദ് രചിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിച്ചതിനാൽ അവിടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ മനുഷ്യനെ നോക്കരുത്, ആയുഷ്മാരെ നോക്കരുത്, പകരമായി ദൈവത്തിന്റെ മുഖത്ത് നോക്ക്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മുതലേ, ഫേസ്ബുക്കിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മുതലേ, നിങ്ങൾ മനുഷ്യരിൽ നോക്കരുത്, മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. നിങ്ങൾ പ്രകാശിതരാകും. മനുഷ്യ നിന്നെ വട്ടനെന്ന് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് എന്റെ പുരയിടത്തിനകത്ത്, എന്റെ പ്രസ്ഥാനത്തിനകത്ത്, അല്ലെങ്കിൽ എന്റെ സഭയ്ക്കകത്ത്, എന്റെ ദേശത്തിനകത്ത് നീ വരണമെന്ന് പറഞ്ഞ് നിന്നെ ആട്ടി ഓട്ടിക്കും. പക്ഷെ ദൈവമോ, നീ ദൈവത്തിന്റെ മുഖത്ത് നോക്ക്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിലാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടവനായി, തല താഴ്ത്തപ്പെട്ടവനായി, ആരീഷിന്റെ അരമനയിൽ നിന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഒരു വിധത്തിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ദാവീദ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തെറ്റും ചെയ്യാത്ത, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ദാവീദ്, ഒരു കുറവും പറയാനില്ലാത്ത ദാവീദ്, ദൈവത്തിന്റെ ജനത്തിന്റെ പ്രഭുവായി, ആമേൻ, ഹല്ലേലൂയ, നിയമിതനായിരിക്കുന്ന ദാവീദ്, അവൻ ഹൃദയം നുറുങ്ങി അവൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശൗലിന്റെ രാജഭരണത്തെ നീക്കി, ഹല്ലേലൂയ, അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു രാജഭരണം ദാവീദിനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം. സ്തോത്രം. നോക്കണമേ, ശൗലിനെ രാജാവാക്കി മാറ്റിയപ്പോൾ അവന് തലക്കനമുണ്ടായി, നികളമുണ്ടായി. സ്തോത്രം. ആദ്യമൊക്കെ ഭയങ്കര എളിമയോടുകൂടെ, താഴ്മയോടെ, വിനയത്തോടെ, ആമേൻ, ഹല്ലേലൂയ, ശൗൽ ജീവിച്ചു. ആമേൻ, എളിമയോടെ, താഴ്മയോടെ ജീവിച്ചു. പക്ഷേ അധികാരത്തിന്റെ ഭ്രമം, സ്തോത്രം, സമ്പത്തിന്റെ വർധനവ്, കുതിരകളുടെ എണ്ണം കൂടി. ദൈവം പറഞ്ഞു, കുതിരകൾ നിനക്ക് പാടില്ല, അത് മിസ്രൈമ്യർക്കുള്ളതാണ്. കുതിരകൾ നിനക്ക് കിട്ടിയാൽ നീ മിസ്രൈമിലേക്ക് പാഞ്ഞു പോകും. അതുകൊണ്ട് കുതിരകളെ ഒന്നും നീ ശേഖരിക്കരുത്. ആദ്യത്തെ പണി കുതിരകളെ തന്നെ ശേഖരിച്ചു വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർമൂലമാക്കേണ്ട പലരെ നിർമൂലമാക്കാതെ കൂടെ നിർത്തുവാനിടയാത്തുന്നു. സ്തോത്രം. അത് ശൗലിന്റെ ഒന്നാമത്തെ കുറവ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എളിമപ്പെട്ടിരുന്ന, വിനയത്തോടെ ഇരുന്ന, ദേവദാസന്മാരെ മാനിച്ചിരുന്ന, സഹജീവികളോട് ബഹുമാനിച്ചിരുന്ന, മറ്റുള്ളവരെ, അതിന് മൂത്തവരെ കാണുമ്പോൾ ബഹുമാനമുണ്ടായിരുന്നു. പക്ഷേ കുറെ ദിവസം അധികാരം, രാജഭരണം, സമ്പത്ത്, കുതിരകൾ, രഥങ്ങൾ, സ്തോത്രം, ദാസന്മാർ, പരിചാരകർ, ഇവരൊക്കെ ഉണ്ടായപ്പോൾ ശൗൽ അറിയാതെ തലക്കനം വരുവാൻ ഇടയാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പുരോഹിതനേക്കാൾ മുകളിൽ ആണ് എന്ന ചിന്ത, ഇടയനേക്കാൾ മുകളിലാണെന്ന ചിന്ത ശൗൽ വന്നു. ശൗൽ ശമൂവേലിന്റെ വസ്ത്രത്തിലേക്കൊന്ന് പിടിച്ചു. ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ വിളുമ്പൊന്ന് കീറി അവന്റെ രാജഭരണത്തെ സ്വർഗത്തിലെ ദൈവം കീറിക്കളഞ്ഞു. ഇത് അതിലെ കളിവിളയാട്ടല്ല, ഇത് കളിവിളയാട്ടല്ല, ആത്മീയമെന്ന് പറഞ്ഞ കളിവിളയാട്ടല്ല. സ്തോത്രം. പുരോഹിതന്റെ വസ്ത്രത്തിലൊന്ന് പിടിച്ചപ്പോൾ വസ്ത്രം കീറി ദൈവം ശൗലിന്റെ രാജ്യഭരണത്തെ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കയറ്റി ഇരുത്താൻ അറിയാമെങ്കിൽ എന്റെ ദൈവത്തിന് താഴെ ഇറക്കാനും അറിയാം. ജീവൻ എന്ന ദൈവത്തിന് നിന്നെ നശിപ്പിക്കാൻ അറിയാമെന്ന്, അനുഗ്രഹിച്ച ദൈവത്തിന് നിന്നെ ശപിക്കുവാൻ അറിയാമെന്ന്. ഹല്ലേലൂയ.
അതുകൊണ്ട് ദൈവത്തെ ഭക്തിയോടെ വിറയലോടുകൂടെയാണ് ദൈവത്തെ സേവിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെ ആരാധിക്കണം? ഭക്തിയോടെ, ബഹുമാനത്തോടെ, വിറയലോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ശൗലിന് തലക്കനം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കും. ചിലപ്പോൾ നമ്മൾ ബലഹീനരായിരിക്കാം, ചില കുറവുകളുള്ളവരാണ്, വൈകല്യങ്ങളുള്ളവരാണ്. പക്ഷെ തുറന്ന് സംബന്ധിച്ച് അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവത്തെ തന്റെ വ്യക്തികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വന്നാൽ ദൈവം നിങ്ങളെ ചെയ്യും. സ്തോത്രം. മോശയ്ക്ക് കുറവുണ്ടായിരുന്നില്ലേ? ഭയങ്കര ദേഷ്യക്കാരൻ. മോശയോട് ജീവിച്ച മോശയുടെ ഭാര്യയ്ക്ക് നമ്മൾ അവാർഡ് കൊടുത്തേ പറ്റൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയെ പോലെ ദേഷ്യക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ വേദപുസ്തകത്തിനകത്തില്ല. ഒറ്റയടിക്ക് തന്നെ കൊല്ലുക, കുഴിച്ചു മൂടുക. ഹല്ലേലൂയ. സംസാരമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ അതും ഇതും പറഞ്ഞ് കാലുപിടുത്തങ്ങളില്ല, വരട്ടെ പോട്ടെ ആട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഹല്ലേലൂയ. ഒറ്റയടിക്ക് തന്നെ ചെയ്യും. അവർ മരിക്കും. മരിച്ച തെളിവിനെ നശിപ്പിക്കുന്ന കുഴിച്ച് മൂടിക്കളയുന്നു. തെളിവ് വരെ നശിപ്പിക്കുന്നു. ഒറ്റയടി അടിക്കുന്നു, കൊല്ലുന്നു, തെളിവ് നശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കഴിവ് നോക്ക്, മോശയുടെ സാമർഥ്യം നോക്ക്. ഹല്ലേലൂയ. ഇന്നിവിടെ ഒരു കൊലപാതകം ചെയ്താൽ എത്ര തെളിവുകൾ നശിപ്പിച്ചാലും അതൊക്കെ പിടിക്കപ്പെടും. പക്ഷെ മോശയുടെ പ്രവർത്തികൾ രാജാവ് ഫറവോന്റെ കിങ്കരന്മാർക്കാർക്കും പടയാളികൾക്കാർക്കും പിടിക്കുവാൻ പറ്റാതെ വണ്ണ തെളിവുകൾ നശിപ്പിക്കുന്ന അതിൽ അഗ്രഗണ്യനായിരുന്നു മോശ. ആ മോശയോടുകൂടെ കുടുംബജീവിതം നയിച്ച മോശയുടെ ഭാര്യയ്ക്ക് ഇന്നാണ് മോശയോട് കൂടെ ഒരു ഭാര്യ ജീവിച്ചാൽ അവൾക്കൊരു അവാർഡ് നിശ്ചയമായും കൊടുക്കും. സ്തോത്രം. പക്ഷേ ആ ദേഷ്യക്കാരനായിരിക്കുന്ന മോശയാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. കുറവുകളുള്ളപ്പോഴും ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങളുടെ മേലൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനോട് പ്രിയമുണ്ട്. ഹല്ലേലൂയ. മോശയാണ് ഏറ്റവും വലിയ നേതാവായി മാറിയത്. ലക്ഷം വരെ ജനത്തെ നയിക്കുവാൻ, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ നയിക്കുവാൻ തക്കമുണ്ട് ഇസ്രായേലിന്റെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവൻ മോശയെ ഒരു നേതാവായി കണ്ടു. ഇന്ന് ഈ രാത്രിയിൽ നീ വൈകല്യമുള്ളവരായിരിക്കുമ്പോൾ തന്നെ, നീ പ്രശ്നക്കാരനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവം നിന്നെ കാണുകയാ, ദൈവം നിന്നെ തൊടുകയാ. ചില ഉത്തരവാദിത്തങ്ങൾ നിന്റെ മേൽ ഏൽപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നീ മുറിവേറ്റിരിക്കുമ്പോൾ, വേദനയോടിരിക്കുമ്പോൾ, രോഗത്തോടിരിക്കുമ്പോഴാണ് ദൈവത്തിന് നിന്റെ ഇഷ്ടമെന്ന്. സ്തോത്രം. എന്തെന്നറിയാമോ? നിരവധി രോഗികളെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന കൃപ നിന്നിലുണ്ടെന്ന്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കൃപ നീ പ്രാപിച്ചത്. ഉറങ്ങിയിരിക്കാതെ ആമേൻ നീ പ്രാപിച്ചത്. നിന്റെ നെഞ്ചുവേദന ദൈവം മാറ്റും, നിന്റെ കണ്ണുവേദന മാറ്റും, നിന്റെ ശരീര ഷുഗറിനെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളെയും മാറ്റും. ആമേൻ. എന്തെന്നറിയാമോ? ഇതേ അവസ്ഥയിലൂടെ പോകുന്നവരെ നയിക്കുവാനുള്ള കൃപ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. വൈകല്യമുള്ളവരെ ദൈവത്തിന് ഭയങ്കര, ബലഹീനത ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നുറുക്കപ്പെട്ട ഹൃദയമുള്ളവരെ, തകർക്കപ്പെട്ട ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്ന ഇടമാണ്. ആരാധനയുടെ മുമ്പിൽ വളരെ ഭക്തിയോടെ, വളരെ വൃത്തിയോടെ നിങ്ങൾ ദൈവത്തെ സമീപിച്ചാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തോട് നമുക്ക് ചേർന്ന് വസിക്കാം. സഭാപ്രസംഗി 7-ാം അധ്യായം അതിന് 26-ാമത് വേദഭാഗം വായിച്ചാട്ടെ. സഭാപ്രസംഗി 7:26. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സഭാപ്രസംഗി 7:26. Praise the Lord. Hallelujah. മരണത്തെക്കാൾ ആ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ശ്രദ്ധിക്കണേ, മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ കണ്ടു. ആ ഹൃദയത്തിൽ കണികളും ഹൃദയത്തിൽ കെണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ വിട്ട് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിക്കപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മരണത്തെക്കാൾ കൈപ്പേറിയ ഒന്നിനെ അതായത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ കണ്ടു. ഹൃദയത്തിൽ കെണിയും വലകളും കയ്യിൽ പാശം കയറ് അല്ലെ ഉള്ള സ്ത്രീയെ തന്നെ. പ്രൈസ് ദി ലോർഡ്. അടുത്തു പറയുന്നു, ദൈവപ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിക്കപ്പെടും. ദാവീദിന് പിടിക്കുവാൻ തക്കവണ്ണം ആമേൻ കെണിയും വലയും കയ്യിൽ പാശങ്ങളുമായി അത് നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. നിരവധി പ്രശ്നങ്ങളിൽ ദാവീദ് അകപ്പെട്ടു. പക്ഷേ ദൈവ പ്രസാദമുള്ളവൻ അവളെ വിട്ട് ഒഴിഞ്ഞ് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പാപിയോ അവളാൽ പിടിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലതിനെ നമ്മൾ അതിജീവിച്ചാൽ, ചിലർക്ക് നമ്മൾ പിടികൊടുക്കാതിരുന്നാൽ നീ രാജാവ് തന്നെയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിലെ ഹൃദയത്തിൽ കെടികളും വലകളും കയ്യിൽ പാശങ്ങളുമായി, കെണിയും വലയും കയറുമായി നിന്നെ സമീപിക്കുന്ന സ്ത്രീ ശക്തികളുണ്ട്, വശീകരണ ശക്തികളുണ്ട്, നിന്റെ ആത്മീയത്തെ നശിപ്പിക്കുവാൻ. ഇവിടെ പറയുന്നു, ദൈവപ്രസാദമുള്ള മനുഷ്യൻ ഒഴിഞ്ഞ് മാറും. ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറ്. ഈ രാത്രി ഒഴിഞ്ഞു മാറ്. ആകാത്ത ഇടത്തു നിന്ന് നിന്റെ കാലുകളെ പുറകിലേറ്റത്ത് വലിച്ചു മാറിപ്പോവും, പിന്തിരിഞ്ഞു പോവും. ഹല്ലേലൂയ. നിനക്കെതിരെ ചില കെണികളും വലകളും ചില കയറുകളും ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ ചില സ്ത്രീകൾ കാത്തിരിക്കുമ്പോൾ ദൈവപ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിക്കപ്പെടും. നീ എന്നൊരു ദൈവപ്രസാദമുള്ളവനാണോ, നീ ഒരു പാപിയാണോ എന്ന് നീ തന്നെ ചിന്തിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സദൃശവാക്യം 2:17 വായിച്ചാണ്. സദൃശവാക്യം 2:17 സദൃശവാക്യം 2:17 അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ചു, തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണേ, അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യൗവനക്കാരത്തിയായിരിക്കുന്നവൾ അവൾ തന്റെ യൗവനത്തിലെ ഭർത്താവിനെ ഉപേക്ഷിച്ചു. അതായത് ദൈവത്തെ മണവാളനാകുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ജാരന്മാരുടെ പുറകെ പോയ ഒരുവളെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അവൾ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമത്തെ മറന്നു കളഞ്ഞു. സ്തോത്രം. യൗവനകാന്തൻ എന്ന് പറയുന്ന സ്വന്തം ഭർത്താവിനെ ഹല്ലേലൂയ മരണം വരെ കർത്താവിന്റെ വരവരെയോ ഹല്ലേലൂയ ഭർത്താവ് സമ്മതം ചെയ്തിരിക്കുക, ഉടമ്പടി ചെയ്തിരിക്കുക. ഹല്ലേലൂയ ഞാൻ വേർപിരികയില്ല എന്ന് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുവാൻ ഭർത്താവിനെയും ഭാര്യയെയും വിവാഹ ശുശ്രൂഷയിൽ ഉടമ്പടി ചെയ്യുന്ന, ഉഭയസമേതം ചെയ്യുന്ന അതേ സ്ത്രീ അവൾ യൗവനകാന്തനെ മറന്നു കളഞ്ഞു. സ്തോത്രം. ദൈവമായിട്ടുള്ള ഉടമ്പടി, ദൈവമായിട്ടുള്ള നിയമത്തെ, കൽപ്പനകളെ
ഉടമ്പടികളെ തെറ്റിക്കുന്ന യൗവനക്കാരത്തികൾ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സുഖഭോഗിനിയായിരിക്കുന്ന സമ്പത്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകളെ ചവിട്ടി മെതിച്ചു കളയുന്ന ചില യൗവനക്കാരത്തികൾ ഉണ്ടെന്ന് ഹല്ലേലൂയ ദൈവിക നിയമങ്ങൾ ഇവർ മനഃപൂർവ്വമായി മറന്നു കളയുമ്പോൾ ഹല്ലേലൂയ ആരാ ദൈവിക നിയമങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നവളാണ് ആ നിയമത്തെ മറന്നു കളയുന്നത്. ദൈവത്തെ നന്നായി അറിയുന്നവരാണ് ദൈവത്തെ മറന്നു കളയുന്നത്. ദൈവത്തിന്റെ മഹത്വം എന്നറിഞ്ഞ ദൈവത്തിന്റെ രക്ഷ എന്നത് മനസ്സിലാക്കിയ ആരാധനയുടെ മഹത്വം എന്ന് മനസ്സിലാക്കിയവരാണ് ദൈവത്തെ മറന്നു കളയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ നമ്മുടെ ഹൃദയം ചിന്തകളുടെ ഉറവിടമാണ്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് കലങ്ങിയും ചിന്തിച്ചുമിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഹൃദയം ചിന്തകളുടെ ഉറവിടമാണ്. ഹല്ലേലൂയ. ആഗ്രഹങ്ങളുടെ ഉറവിടമാണ്. ഹല്ലേലൂയ. അതേ ദൈവിക ബന്ധത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവത്തോട് നിങ്ങൾ കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അലസന്റെ ഹൃദയം സാത്താന്റെ പണിപ്പുരയാണ്. സാത്താന്റെ കളപ്പുരയാണ് അലസന്റെ ഹൃദയം. അലസതാ മനോഭാവത്തോടുകൂടെ ഇന്ന് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ സംഭവിച്ചു എന്ന് സാരം. ആമേൻ. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 31-ാമത് വേദഭാഗം വായിച്ചാണ്. ഗലാത്യർ 3-ാം അധ്യായം 1-ാമത് വാക്യം 3:1. ഗലാത്യർ 3:1. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം വായിച്ചാട്ടെ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്ന നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാര്? അപ്പൊ ശുദ്രപ്രയോഗത്തിന് എന്നെ നിങ്ങളെ മയക്കുവാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മയക്കി കിടത്തി കളയുമെന്ന് പിശാചിന്റെ തന്ത്രം. നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കി ശുദ്രം ചെയ്താൽ പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ശുദ്രമേറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ കഴിയും. എപ്പോഴും ഉറക്കം. പ്രാർത്ഥിക്കും ഉറക്കം, ആരാധിക്കും ഉറക്കം, ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം. സ്തോത്രം. ബസ്സിൽ പോകുമ്പോൾ ഉറക്കം, ജോലി ചെയ്യുമ്പോൾ ഉറക്കം. കാര്യം എന്നറിയാമോ? ശുദ്രം ചെയ്ത് നിങ്ങളെ മയക്കി കിടത്തി കളയുന്നു. സ്തോത്രം. നിങ്ങളുള്ള ദൈവകൃപയെ ചോർത്തിക്കളയുവാൻ, നിങ്ങളുടെ ദൈവിക സന്തോഷങ്ങളെ ചോർത്തിക്കളയുവാൻ ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം ശുദ്രപ്രയോഗങ്ങൾ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് വിരോധമായി, വ്യക്തിപരമായി തലമുറകളെ ശുദ്രം ചെയ്ത് മയക്കിക്കിടത്തുന്ന ഏത് അവന്മാരായാലും ഏത് അവൾമാരായാലും ഗുണം പിടിക്കയില്ല എന്ന ഹല്ലേലൂയ ദൈവമക്കളെ തൊടുന്നവരെ സ്വർഗത്തിലെ ദൈവം തൊടുമെന്ന് ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നെ കൈകാര്യം ചെയ്യുവാൻ, ഹല്ലേലൂയ നശിപ്പിക്കുവാൻ, നിന്റെ തലമുറകളെ നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ വിദ്യാഭ്യാസം ചെയ്ത കുഞ്ഞുങ്ങളെ വിദ്യ അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുന്നതിന് ജ്ഞാനമുള്ളവരെ ഹല്ലേലൂയ നശിപ്പിക്കുന്ന, സൗന്ദര്യമുള്ളവരെ നശിപ്പിക്കുന്ന, ഹല്ലേലൂയ ഇടയന്മാരെ വെട്ടുവാൻ, ഹല്ലേലൂയ കുടുംബനാഥയെ വെട്ടുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ വസ്തുവകളെ പ്രാപിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ നിന്റെ ഇരിപ്പിടങ്ങളെ സിംഹാസനങ്ങളെ ഹല്ലേലൂയ നേടിയെടുക്കേണ്ടതിന് വേണ്ടി, താൽക്കാലികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ശുദ്രങ്ങൾ ചെയ്ത് മന്ത്രവാദങ്ങൾ ചെയ്ത് ശകുനവാദികളും മന്ത്രവാദികളും ഹല്ലേലൂയ ഒരുമിച്ച് ശുദ്രം ചെയ്ത് നിന്റെ മയക്കി കാതു എന്ന്. കൃപ 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 കൃപ. ശുദ്രക്കാരത്തികളെ, ശുദ്രം ചെയ്യുന്ന ശുദ്രക്കാരന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ദൈവകൃപയുള്ളവരെ, ദൈവത്തെ ആശ്രയിക്കുന്നവന്റെ നേരെ നിന്റെ ഒരു വലയും ഒരു കെണിയും സ്തോത്രം ഒരു കയറും പറ്റത്തില്ല എന്ന് നീ അറിയാൻ പോകുന്നു. സ്തോത്രം. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവേൻ, ദൈവം നിങ്ങളെ കീറിക്കളയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഹല്ലേലൂയ സന്ദർശനം നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുവാൻ പോകുകയാണ്. നിരവധി ഭക്തന്മാരെ, നിരവധി ഭക്തമതികളായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നല്ലതിനെ ശുദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു. സ്തോത്രം, സ്തോത്രം. നിങ്ങളിത് ചെക്ക് നോക്ക്, നിങ്ങൾ ചെക്ക് നോക്ക്. നിങ്ങളുടെ ശുദ്രത്തിന് അടിമയാണോ, പിശാചിനാൽ പിടിക്കപ്പെട്ട വ്യക്തിത്വമാണോ ഇല്ലയോ എന്ന് ചെക്ക് നോക്ക്. അല്പനേരം ബൈബിൾ വായിച്ചു നോക്ക്. ഇല്ലാത്ത ഉറക്കം അപ്പം വരും. സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത് നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരു വ്യക്തിയുമായി സംസാരിച്ചു പറഞ്ഞ ഭാഷ, ഞാൻ പ്രാർത്ഥിച്ചു ഉറങ്ങിപ്പോയി. രാവിലെയാണ് അറിഞ്ഞത് ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോയ കാര്യം. സ്തോത്രം. നിന്റെ ഉള്ളിൽ ശുദ്രമുണ്ട് എങ്കിൽ, നിന്റെ പിശാച് പിടിച്ചിട്ടുണ്ട് എങ്കിൽ സ്തോത്രം ചെക്ക് ചെയ്യുവാനുള്ള ആമേൻ ഹല്ലേലൂയ ഒരു കാര്യം, നീ പ്രാർത്ഥിക്കുക, നീ ബൈബിൾ വായിക്കുക. നിന്റെ ജീവിതത്തിൽ ഉറക്കം വരികയാണ് എങ്കിൽ, മയക്കം വരികയാണ് എങ്കിൽ നീ ചിന്തിക്കുക, തലവേദന കൊണ്ട് നീ ഉറങ്ങിയതല്ല. സ്തോത്രം. ജ്വാലി ഭാരം കൊണ്ട് നീ ഉറങ്ങിയതല്ല. അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിന്നെ ശുദ്രം ചെയ്ത് മയക്കിയത്. അപ്പൊ ശുദ്രം ചെയ്ത് നിന്നെ മയക്കുവാൻ കഴിയും. ആമേൻ. ശുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ശുദ്രത്തിൽ നിന്ന് നമ്മെ ശുദ്രം ചെയ്ത് മയക്കുവാനും കഴിയും. സ്തോത്രം. ദൈവം പറയുന്നു, നീ എങ്ങനെയൊക്കെ തകർന്നും നുറുങ്ങിയും ഇരുന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യാം. ഓ, നിങ്ങളുടെ ഇല്ലേ? ഹല്ലേലൂയ. നീ ഗതി പിടിക്കയില്ല, ഗുണം പിടിക്കയില്ല എന്ന് ഹല്ലേലൂയ നിങ്ങളെ നന്മ തിന്മയാക്കുവാൻ ശ്രമിക്കുന്ന ക്ഷുദ്രക്കാരത്തികൾ പോലും അമ്പരന്ന് പോകുന്ന രീതിയിൽ, ഭ്രമിച്ചു പോകുന്ന രീതിയിൽ ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാകുവാൻ പോകുകയാ. ഉറുക്കപ്പെട്ട ഹൃദയമായി, തകർക്കപ്പെട്ട ഹൃദയമായി മന്ത്രവാദികൾ, സൗരവാദികൾ, ക്ഷുദ്രക്കാരന്മാർ, ക്ഷുദ്രക്കാരത്തികൾ, മന്ത്രതന്ത്രങ്ങൾ, ഭൂതപ്രേത കാട്ടുവിശ്വാദികൾ നിന്നെ തകർക്കുവാൻ, നിന്റെ ഹൃദയത്തെ തകർക്കുമെങ്കിലും, നിന്റെ തലമുറകളെ ബന്ധിച്ചുവെങ്കിലും ആരാധിക്കുവാൻ തയ്യാറാണ് എങ്കിൽ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടങ്ങി മാറുകയാ. നീ ഉറങ്ങിയിരി, ഉറങ്ങിയിരി. മടിയാ, നിനക്ക് ഒന്നും കിട്ടുകയില്ല. ഉത്സാഹിയോ ചില നേടിയെടുക്കും. ഇന്ന് രാത്രി മടിയന്മാരും മടിച്ചുകളും ഉറങ്ങിപ്പോകുമെന്ന്. കൃപ 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 കൃപ. ദുർക്കപ്പെട്ട ഹൃദയമായി, തകർക്കപ്പെട്ട ഹൃദയമായി, ഹൃദയവേദനയോടെ എന്റെ ദൈവമേ, എനിക്ക് ആപത്ത് വന്നല്ലോ, ഈ രോഗം വന്നല്ലോ, ഈ പ്രതിസന്ധി വന്നല്ലോ എന്ന് ഭാരപ്പെട്ട് കരയുന്ന, ഭാരത്തടിച്ചു കരയുന്ന വ്യക്തിത്വമേ, ഇല്ല ശുദ്രം ചെയ്ത് മയക്കുക. നേർച്ചകൾ, കാഴ്ചകൾ, 1 രൂപ തൊട്ട് 2 രൂപ തൊട്ട് സ്തോത്രം, ചരട്, കുറ്റിയടി, മന്ത്ര തകടുകൾ, ആഭിചാര കർമ്മങ്ങൾ, ഹല്ലേലൂയ വിളിശാപങ്ങൾ, കമ്പേറുകൾ, വിളിദോഷങ്ങൾ, ശാപങ്ങൾ ഇന്ന് രാത്രി നിന്നെ വിട്ടുമാറണം. ആരാധിക്കാൻ തയ്യാറാണ് എങ്കിൽ, വിശുദ്ധമായി ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ, ദൈവത്തെ തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ സമീപസ്ഥനായിരിക്കും ദൈവം. നിന്റെ സമീപത്തുണ്ട്, നിന്റെ സമീപത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ. നിന്റെ തകർച്ച കണ്ടുകൊണ്ട്, നിന്റെ വേദന കണ്ടുകൊണ്ട് ഒരായുഷുമായും നിന്നെ കാണുകയില്ല. അവര് പറയാ, നീ പ്രാർത്ഥിയത്, നീ പ്രാർത്ഥന വിളിക്കുമ്പോൾ നീ തകർക്കപ്പെട്ടവരാണ്, നീ ദുരുക്കപ്പെട്ട ഹൃദയമാണ്, വേദനയുള്ളവരാണ്, ശരീരം വേദന
സന്ദർഭം നോക്കണ്ട, ഇല്ലായ്മ നോക്കണ്ട, വല്ലായ്മ നോക്കണ്ട, രോഗാവസ്ഥ നീ നോക്കണ്ട. നിന്റെ സമീപത്തുള്ള ഈ ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്ക്. അവനിലേക്ക് നോക്കി പ്രകാശിതരായി അവിടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ. സ്തോത്രം. നോക്കേണ്ടവനെ നോക്ക്. ഡോക്ടർ നോക്കിയിട്ട് കാര്യമില്ല, ഹല്ലേലൂയ. മരുന്ന് നോക്കിയിട്ട് കാര്യമില്ല, ആയുഷ് നോക്കിയിട്ട് കാര്യമില്ല. അവന്റെ അടുക്ക നീ അഭയത്തിന് പോയാൽ ആമേൻ. അവൻ പറയും, എന്റെ അരമനയ്ക്കകത്ത് കയറി വരരുത്. സ്തോത്രം. എവിടെ വരരുത്? എന്റെ കൊട്ടാരത്തിനകത്ത് നീ പ്രവേശിക്കരുത്. ഞാൻ വസിക്കുന്നിടത്ത് നീ വരരുത്. ആമേൻ. നീ ഒരു യാചകനാണ് എങ്കിൽ നീ നിൽക്കേണ്ടടുത്ത് നിൽക്കാവൂ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സ്ഥാനം പടിക്ക് പുറത്താണ്, അരമനയ്ക്ക് വെളിയിലാണ് നീ. ആമേൻ. സ്തോത്രം. 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം നിന്റെ സമീപസ്ഥനായിട്ടുണ്ട്. ദൈവം നിന്റെ സമീപത്തുണ്ട്. ദൈവം ആരാണ്? ഹല്ലേലൂയ. രാജാതി രാജാവ്. ഹല്ലേലൂയ. ദൈവം ചക്രവർത്തിയാണ് എന്ന് ആകീഷിന്റെ മേൽ ഒരു രാജാവുണ്ട്. അതത്രേ ദൈവം. പുരോഹിതന്റെ മുകളിൽ ആമേൻ. മഹാപുരോഹിതനായി എന്റെ ദൈവമുണ്ട്. വിശ്വാസിക്ക് പിതാവായിട്ട് എന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു രക്ഷകൻ, ഒരു വിമോചകൻ ഇന്ന് നിന്റെ സമീപത്ത് ഉണ്ട്. ആമേൻ. സ്തോത്രം. ആ ദൈവത്തെ കാണുവാനുള്ള കണ്ണ് നിനക്കില്ലാതായി പോയി. ആ ദൈവത്തെ കാണുവാനുള്ള, ആ ദൈവത്തെ അറിയുവാനുള്ള ഹൃദയം നീ നഷ്ടപ്പെട്ട് കളഞ്ഞു. ആമേൻ. സ്തോത്രം. നീ കുറവുള്ളവളാണ്. നീ ഏറ്റുപറ, നീ കുറവുള്ളവളാണ് എന്ന്. നിന്റെ തെറ്റുകൾ, വൈകല്യങ്ങൾ ഇന്ന് രാത്രി നീ ഏറ്റുപറയുകയാണ് എങ്കിൽ ഒരു അത്ഭുത വിടുതലുമായി നീ നേരിടും. ഞാനൊരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഞാനിപ്പോ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ സമീപത്ത് ആരുണ്ട്? രാജാതി രാജാവായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ഡോക്ടറായിരിക്കും ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആദാം അത് തിരിച്ചറിഞ്ഞില്ല. ആരറിഞ്ഞില്ല? ആദാം അറിഞ്ഞില്ല. ആദാം ഉറങ്ങിപ്പോയി. ഉറക്കം ഉണർന്നപ്പോൾ അവന്റെ പ്രശ്നത്തിന് പരിഹാരം അവന്റെ അടുക്കൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആദാം വിചാരിച്ചു, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, 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 എനിക്ക് കൂട്ടിന് ആരുമില്ല, അവരില്ല, ഇവരില്ല. പക്ഷെ കൂടെയുള്ള ദൈവത്തെ മറന്നുപോയി. ആമേൻ. സൃഷ്ടിച്ച ദൈവത്തെ മറന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവം ആദാമിന്റെ കൂടെയുള്ള കാര്യം ആദാം മറന്നുപോയി. ആദാം നോക്കിയപ്പോ മൃഗങ്ങൾക്കെല്ലാം കൂട്ടാളിയുണ്ട്. സ്തോത്രം. പക്ഷി പറവജാതികൾക്കെല്ലാം കൂട്ടാളിയുണ്ട്. പക്ഷെ എനിക്ക് കൂട്ടുകാര് ഹല്ലേലൂയ. ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാൻ, ദൈവത്തെ അറിയേണ്ട പോലെ അറിയുവാനുള്ള കണ്ണും ഹൃദയവും ആദാമിന് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഉടയവനായിരിക്കുന്ന ദൈവം, സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, ആ ദൈവം ആദാമിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആമേൻ. ആദാം അത് വിടുതൽ ആര് അടുത്തുണ്ട്? രോഗിയുടെ അടുത്ത് എന്തുണ്ട്? സ്തോത്രം. ബലഹീനന്റെ അടുത്ത് എന്തുണ്ട്? ബലവാനുണ്ട്. ആമേൻ. ദരിദ്രന്റെ അടുത്ത് ആരുണ്ട്? ധനവാൻ. സ്തോത്രം. സമ്പന്നൻ ധനവാനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ശിക്ഷിക്കപ്പെട്ടവന്റെ അടുത്ത് ആരുണ്ട്? രക്ഷകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ അറിയാം. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞത് അറിയാം. ആമേൻ. കർത്താവേ. ആർക്കറിയാം? സ്തോത്രം. ദൈവത്തെ കുറിച്ച് അറിവുണ്ട്, പക്ഷേ എങ്കിലും വാതുറക്കൂല, ആരാധിക്കൂല. ആമേൻ. സംഭവത്തിൽ ശുദ്ധം ചെയ്ത് വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിന്നെ മയക്കണമെങ്കിൽ ഒരു മയക്ക വെടിയോ ഒരു ഉറക്കക്കുളിയോ തരേണ്ട ആവശ്യമില്ല. ഒറ്റ ശുദ്രപ്രയോഗം മതി. ഗുണം പിടിക്കത്തില്ലെന്ന്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബുദ്ധിയുള്ള ഗലാത്യരേ, ബുദ്ധിയുള്ള ഗലാത്യരേ, ദൈവം നിനക്ക് ബുദ്ധി തന്നിട്ടും
നിന്നെ ശുദ്ധം ചെയ്ത് മയക്കിയത്. അപ്പൊ അശുദ്ധി എന്തോ എന്റെ ജീവിതത്തിലേക്ക് വന്നു. ശുദ്ധമല്ലാത്തതെന്തോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഉറക്കം, മയക്കം. ഇന്ന് രാത്രി നിന്റെ ഉറക്കം മാറിയ, നീ ഉറക്കം ഉണർന്നാൽ, അല്ലയോ ആദാമേ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നിന്റെ അരികിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ അസ്ഥിക്ക് അസ്ഥിയായപ്പോൾ തന്നെ ആശ്വസിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ തെറ്റ് തിരുത്തുവാൻ കഴിവുള്ള സ്തോത്രം ഒരുവളെ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് തുണയായിട്ട് കൊടുത്തു എന്ന് ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, അബ്രഹാമിന് അവൻ തുണയായിട്ട് ഒരു ഹവ്വയെ കൊടുത്തു എന്ന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുണ തരുവാൻ ആദാമേ നിനക്കൊരു ഹവ്വയെ തരികയാ, അബ്രഹാമേ നിനക്കൊരു സാറയെ തരികയാ, ഇസ്ഹാക്കേ നിനക്കൊരു റാഹേലിനെ തരികയാ. സ്തോത്രം. സോറി, ഇസ്ഹാക്കിന് റബേക്ക, യാക്കോബിന് റാഹേൽ തിരിഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ സഭ ലവോദിക്ക സഭയായി മാറി. അല്ലേ? ലവോദിക്ക സഭയുടെ ഇതാണ്. തെറ്റുകൾ കണ്ടാൽ സ്തോത്രം തെളിഞ്ഞു വരട്ടെ, തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് രാത്രിയിൽ നാം വായിച്ച സംഘത്തിൽ മടങ്ങി വരാം. സ്തോത്രം. സമയത്തിന്റെ പരിധി കൊണ്ട് എനിക്ക് ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനിവിടെ നിർത്തുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾ 34-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത് വാക്യം അല്ലേ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. രക്ഷകനാകുന്ന ദൈവം ഈ 2026 സ്തോത്രം 6 മാസക്കാലം വരെയും ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ നിങ്ങളുടെ സമീപത്തുണ്ട്. നീതിമാൻ അസഖ്യമാവുന്ന അനർത്ഥങ്ങളുണ്ട്. മനുഷ്യരടുക്കലാണ് നിങ്ങൾ രക്ഷ തേടി അഭയത്തിന് പോയാൽ ഞാനും നിങ്ങളും ഇളിഭ്യനായി, നിന്ദിക്കപ്പെട്ടവനായി, പരിഹസിക്കപ്പെട്ടവനായി, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് വേഗത്തിൽ പുറത്താക്കിക്കളയും. ആയിഷ് പറയുക, എന്റെ രാജ്യത്തെ ഭ്രാന്തന്മാരുടെ എണ്ണം കുറവായത് കൊണ്ടാണോ നീ ഈ ഭ്രാന്തനെ ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ ആയിഷിന്റെ കൂടെ ഉള്ളവരെല്ലാം ആരാണ്? ദൈവത്തോട് കൂടെ ഉള്ളവരെല്ലാം ആരാണ്? ബുദ്ധിമാന്മാർ, തികഞ്ഞ ബുദ്ധിമാന്മാർ, സുബോധമുള്ളവർ. ലോകപ്രകാരമുള്ളവരെല്ലാം ഭ്രാന്തന്മാരും ഭ്രാന്തിമതികളുമാകുമ്പോൾ ദൈവമക്കൾ ആരാണ്? സ്തോത്രം. ബുദ്ധിയുള്ള ഒരു ആരാധനയ്ക്കായി ബുദ്ധിമാന്മാരെ ദൈവം ക്ഷണിക്കുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ, നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ, ചിന്തകളെ, നിലവുകളെ അടക്കി ഒതുക്കി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ ആത്മമണവാളനാകുന്ന ക്രിസ്തു നിങ്ങളെ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രഭുവാക്കി മാറ്റുമെന്ന്. ആമേൻ. ഇതുവരെ കയറാത്ത വാഹനം, ഇതുവരെ സഞ്ചരിക്കാത്ത ഇടങ്ങൾ, ഹല്ലേലൂയ, പ്രമോഷനുകൾ, അധികാരങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ എന്ന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും എന്റെ ദൈവം തരുവാനിടയാക്കിരും. എല്ലാ കല്ലുകളും പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കല്ലുകളും പറഞ്ഞാൽ ഹൃദയം മുറുകിയർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ യഹോവ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടുകൂടെ, വേദനയോടെ, ചങ്കിടിപ്പോടുകൂടെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവത്തെ സമീപിച്ചു. ആമേൻ. പലപ്പോഴും പല വ്യക്തിയുടെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു ചെന്നു. അവരെല്ലാം നിങ്ങൾ ആട്ടിക്കളഞ്ഞില്ലയോ? ആദരിക്കേണ്ട പലരും ആദരിക്കാതെ ആട്ടിക്കളഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ, ഭ്രാന്തിയെ പോലെ നീ അവിടെ വിട്ട് ഓടിയത് നീ അറിയുന്നില്ലയോ? പ്രാണരക്ഷാർത്ഥം ഓടി 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 ഞാൻ ആത്മഹത്യ ചെയ്യണമോ? ദൈവമേ, എന്നെ അറിയുവാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരോരുമില്ലല്ലോ. നിങ്ങളുടെ ഇമേജ് മറന്ന്, അഭിമാനം മറന്ന്, പൊസിഷൻ മറന്ന് പലരുടെ മുമ്പിൽ നീ കൈനീട്ടി.
അവരുടെ അടുക്കൽ നീ അഭയത്തിന് പോയി അവിടെയൊക്കെയും താഴ്ത്തപ്പെട്ടവരായി, അപമാനിതരായി നീ മതിലയോ. ദൈവം പറയാ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കും. രക്ഷകരെ കാണുവാനുള്ള കണ്ണ് നിനക്കില്ലാതായി പോയല്ലോ. നിന്റെ സമീപത്തുള്ള ദൈവത്തെ കാണുവാൻ നിനക്ക് കഴിയില്ലയോ. ഓ കൃപ 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 കൃപ. ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. ദൈവത്തെ കാണുവാനുള്ള ഒരു കണ്ണ്, ആ കണ്ണിനെയാണ് ശുദ്രം ചെയ്ത് മയക്കുന്നത്. ആ കണ്ണിനെയാണ് ശുദ്രം ചെയ്ത് മയക്കുന്നത്. ഇന്ന് രാത്രി ബുദ്ധിയുള്ള ഗലാത്യരെ, നീ വീണ്ടും അടിമമുഖത്തിൽ പോകരുത്. നിനക്കൊരു സ്വാതന്ത്ര്യം നീ നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നീ ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. രാത്രി എല്ലാവരും പറഞ്ഞ അനുനിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, സമാധാനത്തിന് പ്രഭുവായിരിക്കുന്ന ദൈവമേ, ഹൃദയം നുറുങ്ങിയവർക്ക് സമാധാനം കൊടുക്കണം, ആശ്വാസം നീട്ടണം. പലരും ചെടിയും ഭാരപ്പെട്ട് കലങ്ങിയിരിക്കുന്ന ചില രോഗികളുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, നിരവധി പ്രശ്നങ്ങൾക്കകത്തുള്ളവരുണ്ട്. അവരെയൊക്കെ ദൈവം സൗഖ്യമാക്കണം, അവരെയൊക്കെ വിടുവിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏൽപ്പിക്കുന്നു. ഫേസ്ബുക്കിലൂടെയാകട്ടെ, യൂട്യൂബിലൂടെയാകട്ടെ, ഞങ്ങൾ ദേശക്കാർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അയൽവക്കാർ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ നന്മകളാൽ നിറച്ച് നേത്രമായി അവരെ മാനിക്കേണ്ടതിന് ബഹുമാന്യമുള്ളവരായി തീരുവാൻ, മാന്യമുള്ളവരെ തീരുവാൻ എന്റെ ദൈവത്തെ കണ്ടെത്തി മുൻപോട്ട് പോകാൻ സഹായിക്കും. എന്നെ മാനിക്കുന്നവരെ മാനിക്കും പറഞ്ഞ ദൈവത്തെ മാനിച്ചു പോകുമ്പോൾ സഹായിക്കണം. എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിക്കുമെന്ന് പറഞ്ഞ ദൈവം. അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുന്നു. അവർക്ക് ആ ബുദ്ധിമാന്മാരെ കണ്ടെത്തുമ്പോൾ എല്ലാ ആത്മീയ ഭൗതിക ശാരീരിക നിറയ്ക്കുന്നത് പോലെ ഒരു നിറവ് പ്രാപിക്കാൻ സഹായിക്കണം. കർത്താവേ, നാളെ നടക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം. നാളെ 1-ാം തീയതിയാണല്ലോ, 7-ാം മാസത്തിലെ 6-ാം ദിവസം. കർത്താവേ, നല്ല വ്യക്തമായ ഒരു ആരാധന, സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം മുഴക്കുന്ന, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന ഒരു ആരാധന ഞങ്ങൾ ഉണ്ടാകാൻ സഹായിക്കണം. തിരുകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പരപിതാവേ, ആമേൻ.